പരിശുദ്ധമായ ഖുർആൻ സൂറത്തു നൂഹ് എടുത്ത് മറിക്കണേ. ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതിന്റെ മഹത്വം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നൂഹ് നബി അലൈഹിസ്സലാത്തിന്റെ സമുദായത്തോട് പറയുകയാണ്, ബിംബങ്ങൾ ആരാധിച്ചുകൊണ്ട് സമയം കൊല്ലുന്ന സമൂഹമേ, നിങ്ങൾ അതിനെ മാറ്റിയിട്ടുകൊണ്ട് പടച്ച റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഉന്നതനായ സമുന്നതനായ പടച്ച റബ്ബിനോട് ഞാൻ പാപമോചനത്തിന് അർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ഇന്നഹു കാന ഗഫാറ. അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു നൽകുന്നതാണ്. തീർന്നില്ല. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. അതിശക്തമായ കുത്തിച്ചൊരിയുന്ന കാരുണ്യത്തിന്റെ മഴ അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുമേ. മഴയില്ലാതെ വിഷമിക്കുന്ന സമൂഹമേ, നിങ്ങൾക്ക് കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകുകയാണ്. കുളങ്ങൾ വറ്റി വരേണ്ടവരെ, കിണറുകളിൽ വെള്ളമില്ലാതെ വിഷമിക്കുന്നവരെ, തടാകങ്ങളിൽ വെള്ളമില്ലാതെ ദുആ ചെയ്യുന്നവരെ, ഇസ്തിഗ്ഫാർ ചൊല്ലി നിലകൊണ്ടാൽ പാപം പൊറുക്കുക മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിക്കുകയാണ്. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. സമ്പത്ത് അല്ലാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കുകയാണ്. പെർവാട് കടപ്പുറത്തുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ, പകലന്തിയോളം പണിയെടുത്തിട്ടും സമ്പത്ത് കുറവാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സഹോദരാ സഹോദരി, എന്റെ ഭർത്താവ് പാവപ്പെട്ടവനാണ്, അദ്ദേഹം കടലിലാണ് ജോലി ചെയ്യുന്നത്, അദ്ദേഹം ഒരുപാട് സമ്പാദ്യമൊന്നുമില്ല ഉസ്താദേ, ഞങ്ങൾക്കൊരു വീട് വേണമെന്ന് ആശ വെക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണേ. നിസ്കാരത്തിന് ശേഷം ചാടി എഴുന്നേറ്റ് പോകാതെ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലണേ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഉണ്ടല്ലോ, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യസ്തഗ്ഫിറു ലഹു 70 മറ ഔ 100 മറ. എല്ലാ ദിവസവും 70 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ആയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇസ്തിഗ്ഫാർ ചൊല്ലുമായിരുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നുള്ളത് പാപമോചനത്തിന് മാത്രമുള്ള ദിക്റല്ല എന്നതിന് ഏറ്റവും വലിയ തെളിവാണിത്. കാരണം റസൂലുള്ളാഹിക്ക് പാപമില്ല, പാപ സുരക്ഷിതത്വമുള്ള പ്രവാചകനാണ്. ആ പ്രവാചകൻ എല്ലാ ദിവസവും 100 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലിയിരുന്നെങ്കിൽ അതിന്റെ മഹത്വം വളരെ വലുതാ. നിസാരമാക്കല്ലേ ഉപ്പാ ഉമ്മ. 100 വട്ടം എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചൊല്ലൽ നമുക്ക് നിർബന്ധമാണ്. കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് കിട്ടുമേ. പാപമോചനം ഉറപ്പാണ്. ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുകയാണ്. കാരുണ്യത്തിന്റെ കവാടം അല്ലാഹു നിങ്ങൾക്ക് തുറക്കുകയാണ്. കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ച് നൽകുകയാണ്. തീർന്നില്ല. വയുംദിദുകും ബിഅംവാലിൻ വബനീൻ. അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കുകയാണ്. സമ്പത്തില്ലാതെ വിഷമിക്കുന്നവരല്ലേ, ഒരുപാട് യാതനകൾ അനുഭവിച്ചവരല്ലേ, ഗൾഫിൽ പോയി വർഷങ്ങൾ കച്ചവടം ചെയ്തിട്ടും ക്ലച്ച് പിടിക്കാതെ നാട്ടിലേക്ക് തിരിച്ചു വന്നവരല്ലേ, ദുനിയാവ് കൈമുതലാക്കാൻ പ്രയാസപ്പെടുന്നവരല്ലേ, ഇസ്തിഗ്ഫാർ ചൊല്ലാൻ നീ മടിക്കേണ്ടതില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. 100 വട്ടം മനസ്സിരുത്തിക്കൊണ്ട് ചെല്ലണേ. ഖുർആൻ നിനക്ക് ഓഫർ നൽകുകയാണ്. ഇത് കേവലം ന്യൂ ഇയറിന്റെ സമയത്ത് ലുലു മാളിൽ കൊടുക്കുന്നതായ 50% സാധന സാമഗ്രികൾക്കുള്ള ഓഫർ പോലെ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ കൊടുക്കുന്നതായ കേവലം കുറഞ്ഞ പീരീഡുള്ള ഓഫറല്ല, കേവലം ഓണത്തിന് മാത്രമുള്ള ഓഫറല്ല, കേവലം ക്രിസ്മസിന് മാത്രമുള്ള ഓഫറല്ല, ഏതെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോഴുള്ള ഓഫറല്ല, കാലാകാലമുള്ള ഓഫറാണ്. നിലക്കാതെ നൽകുന്ന ഓഫറാണ്. ചൊല്ലാ തയ്യാറാകുന്ന ഉമ്മമാരുണ്ടോ, ചെറുപ്പക്കാരുണ്ടോ? അല്ലാഹു നിങ്ങൾക്ക് സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്. സമ്പത്ത് അല്ലാഹു നൽകുന്നതാണ്. തീർന്നില്ല. വബനീൻ, മക്കളില്ലാതെ വിഷമിക്കുന്നവരില്ലേ? 10 വർഷമായി ഉസ്താദേ എനിക്കൊരു മകനില്ല, മകളില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ഒരുപാട് നേർച്ചകൾ നേർന്നവനാണ്, ഒരുപാട് സിയാറത്തുകൾ ചെയ്തവനാണ്,
ഒരുപാട് സദഖകൾ കൊടുത്തവനാണ്. പൊന്നുമോനെ, നീ നിസ്കാരത്തിന് ശേഷം ഒരു 100 ഇസ്തിഗ്ഫാർ ചൊല്ലണേ. വബനീൻ, അല്ലാഹ് ഖുർആനിൽ ഓഫർ നൽകുകയാണ്. നിനക്ക് സന്താനങ്ങൾ അല്ലാഹു നൽകുകയാണ്. തീർന്നില്ല. പാപമോചനം മാത്രമല്ല, കാരുണ്യത്തിന്റെ മഴ വർഷിക്കൽ മാത്രമല്ല, നിനക്ക് സമ്പത്ത് അല്ലാഹു നീട്ടിത്തരുക മാത്രമല്ല, സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കുക മാത്രമല്ല, വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. ദുനിയാവ് കഴിഞ്ഞ് ഖബർ കഴിഞ്ഞ് മഹ്ശറിലേക്ക് വരുമ്പോ നിനക്ക് സ്വർഗീയമാകുന്ന അരുവികളാണ്, സ്വർഗീയമാകുന്ന ഉദ്യാനങ്ങളാണ്. ദുനിയാവിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി പാപമോചനം നേടിയെടുത്തവരല്ലേ, നിനക്ക് നാളെ അല്ലാഹു സ്വർഗത്തിൽ ഉദ്യാനം നൽകുകയാണ്, സ്വർഗീയ അരുവികൾ അല്ലാഹു സമ്മാനിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന ദിക്റിന്റെ മഹത്വം ഈ പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ സമയങ്ങളെ ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഞാനിപ്പോൾ അതിലേക്ക് പോയപ്പോൾ 1-2 ദിക്റുകൾ പറഞ്ഞു എന്ന് മാത്രം. കാരണം ഒരു വാലിൻ്റെ മജ്‌ലിസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അമലിന് എന്തെങ്കിലും കിട്ടണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. ഈ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും ഈ ദിക്റിന്റെ മഹത്വമൊക്കെ ഇസ്തിഗ്ഫാറിന്റെ മഹത്വമൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. ഒരുപാടൊന്നും ചെയ്തില്ലെങ്കിലും ചെയ്യുന്നത് നിത്യമായി ചെയ്യുക, അതാണ് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടം. ചില ആളുകളുണ്ട് ഒരു ദിവസം കൊട്ടപ്പടി അങ്ങ് ഇരുന്നിട്ട് 2000 3000 ഒക്കെ അങ്ങോട്ട് ചെല്ലി ഫാത്തിഹയൊക്കെ ഓതും, എന്നിട്ട് അടുത്ത ദിവസം ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഉറക്കാണ്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ചേ ചെയ്യുള്ളൂ, പക്ഷെ അത് നിത്യമായി ചെയ്യലാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ്, ഒരു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 സ്വലാത്ത്. നിസ്കാരങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ, അതൊക്കെ കറക്റ്റായിട്ട് 33 വെച്ച് കറക്റ്റായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്, ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇല്ലാതാവും ഈ നിസ്കാരത്തിന് ശേഷമുള്ള സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ. ഇത് വെറുതെ വല്ലതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു യുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകളെ പിടിക്കപ്പെട്ടു, അവിശ്വാസികളായ ആളുകൾ തന്നെയാണ്. അപ്പം അവരിൽ പലരെയും പിടിക്കപ്പെട്ടു. അതിൽ ആരെങ്കിലും ഒരാളെ ജോലിക്ക് കിട്ടിയാൽ കൊള്ളാം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ കാര്യം അറിഞ്ഞു. അപ്പം അങ്ങനെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു വിട്ടു. ഫാത്തിമ ബീബി റളിയല്ലാഹുവിൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. ജോലി ചെയ്ത് വളരെ വിഷമത്തിനും പ്രയാസത്തിലാണ്. കാരണം അരി ആട്ട് ഗോതമ്പാട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അലിയോട്, അലിയെ നിങ്ങൾ വീട്ടിൽ പോയിക്കോ, ഇൻഷാ അല്ലാഹ് ഞാൻ ആളുമായിട്ട് ഇശ കഴിഞ്ഞ് വരാം. യഥാർത്ഥത്തിൽ ഈ ആളെയും ഈ സ്വത്തും ഒന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമേ അല്ല നബിയുടെ കുടുംബത്തിന് വീതിക്കുന്നത്. ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് നബി തങ്ങൾ ഔറാദും എല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ വീട്ടിലേക്ക് പോയി. ആയിഷ ബീബി ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വലിയ പ്രതീക്ഷയോടുകൂടി കതക് തുറക്കാൻ ആളുമായിട്ട് വന്നിട്ടുണ്ടാവും. ജോലിക്കുള്ള ഒരാളെ കിട്ടണമെന്നാണ് പറഞ്ഞത്. നോക്കുമ്പോൾ ആളും ഇല്ല, ഒന്നുമില്ല. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അവിടെ വന്നിരിക്കാൻ. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിനെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്തിരുത്തി. എന്നിട്ട് മകളുടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ചുംബനമൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അടുത്തിരുത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ദുന്യാവും അതിലുള്ള സകല വസ്തുക്കളും കിട്ടുന്നതിനേക്കാൾ ഉത്തമമായ ഒരു അമല് ഈ ഉപ്പ പഠിപ്പിച്ചു തരാം. നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീരും. അപ്പം നിങ്ങൾക്ക് ഈ ജോലി ചെയ്തിട്ട് ക്ഷീണമല്ലേ ഈ പറഞ്ഞത്, ഈ ക്ഷീണവും പ്രയാസവും ഞെരുക്കവും ഒക്കെ തീരും. നിങ്ങൾക്കൊരു ദിക്ർ പഠിപ്പിച്ചു തരാം. നിസ്കാരത്തിന് ശേഷം 33 വട്ടം സുബ്ഹാനല്ലാഹ്, 33 വട്ടം അൽഹംദുലില്ലാഹ്, 33 വട്ടം അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പതിവാക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഈ ദിക്ർ നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇവിടെ ഉസ്താദ്മാർ ചെല്ലുന്നത്. നമ്മൾ സുന്നികളായ നമുക്ക് പോലും ഇപ്പം അറപ്പായി മാറി. അല്ലാഹു നമ്മളൊക്കെ ആക്കട്ടെ. ഫ്രണ്ട് സഫി ഇരിക്കും ആചാര്, എന്നിട്ട് പിന്നെ ഒരു എഴുന്നേറ്റ് വെക്കാം, ഒറ്റ അടി കൊടുക്കണവനെ. എന്നിട്ട് പൊതി കിട്ടുന്നതിൻ്റെ സമയത്ത് ഫ്രണ്ടിലോട്ട് വരും. ഭയങ്കരമായിട്ട് ഫ്രണ്ടിൽ നിന്ന് ഒരു എഴുന്നേറ്റ് പോക്കുണ്ട്. ചാട്ട എഴുന്നേറ്റ് പോയിട്ട് വെളി വന്നിരുന്നിട്ട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായി നമ്മൾ എപ്പോഴാണ് നമുക്ക് കൊടുക്കുന്ന പൊതി, എപ്പോഴാണ് കൊടുക്കുന്നത്? അവിടെ ഇരുന്ന് അകത്തിരുന്ന് 2 മിനിറ്റ് കഴിഞ്ഞാൽ സംഭവം കഴിയും. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. സുബ്ഹാനല്ലാഹി 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 നിമിഷം കൊണ്ട് ചൊല്ലി തീർക്കാം. 33 5 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിയും. പക്ഷെ ഇവന് ധൃതിയാ. പിന്നെന്തു സുന്നിയാണോ നിന്നെ, പിന്നെ എന്തിനാ സുന്നി എടുത്തേക്കുന്നത്? നീ പൊയ്ക്കോളി അല്ലാഹത്ത്.
അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല. എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്ന ഉസ്താദന്മാരോട് മീനില്ല, മീൻ തരാം ഇപ്പം നിനക്ക്, തലക്കിട്ട് ഒരൊറ്റ അടി തരാം. ഹയവാൻ അവന് ഓതാനും കഴിയത്തില്ല, ഒന്നും കഴിയത്തില്ല. നമുക്കാകെ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാവോ? ഇല്ല, വലിയ ഓത്തൊന്നും അറിയത്തില്ല ഉസ്താദെ, പണ്ട് കാലത്ത് ഓതാനൊന്നും പറ്റിയില്ല. എന്നാൽ ഇതെങ്കിലും ചെയ്യ്. നിസ്കാരത്തിന് ശേഷമുള്ള ഈ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതൊക്കെ വൃത്തിയായിട്ട് അവിടെ ഇരിക്കും. എങ്ങോട്ടേ ഓടുന്നത്? അതിന് മുമ്പ് കയറിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് അതുമില്ല. ഇക്കാമത്ത് കൊടുക്കുന്ന സമയം ഒരു ബാത്റൂമിലാണ്, റൗണ്ടിൽ പുക വിട്ട് കളിക്കുകയാണ്, അതിനകത്തിരിക്കുക ആചാര്യ. എന്നിട്ട് 2 റക്അത്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ജമാഅത്ത് കൂടിയത്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ചാടി ഇറക്കും. പിന്നെ എങ്ങനെ നമ്മൾ നന്നാവും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ, ലാ തദഅ ഫീനാ ശഖിയൻ വലാ മത്റൂദൻ വലാ മഹ്റൂമാ. പരാജയത്തിൻ്റെതാകുന്ന വാഹകരെ, നിന്റെ അനുഗ്രഹങ്ങളെ തൊട്ട് തടയപ്പെട്ടതാകുന്ന ആളുകളെ ഞങ്ങളിൽ ഉൾപ്പെടുത്തരുത് അല്ലാ. അവരെ തൊട്ട് ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാ. സ്വഹാബത്ത് കേട്ടുകൊണ്ട് നിസ്കാരം കഴിഞ്ഞ നബി തങ്ങളോട് ചോദിക്കുകയാണ്, വമനി ശഖിയുൽ മഹ്റൂമു യാ ഹബീബല്ലാഹ്. ആരാണ് നബിയേ, നബിയേ പരാജയത്തിൽ അകപ്പെട്ടു പോയ വ്യക്തി ആരാ? അനുഗ്രഹങ്ങളെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ തങ്ങൾ ദുആ ചെയ്തതായ വ്യക്തി ആരാണ്? ഉടനെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, താരിഖു സ്വലാ, നിസ്കാരത്തെ പോലും ബഹുമാനിക്കാതെ ആദരിക്കാതെ, പള്ളിയിൽ വരാതെ നിസ്കരിക്കാതെ അവനെ ഗൗനിക്കാതെ കള്ളുകുടിച്ച് ലഹരി നുണഞ്ഞുകൊണ്ട് കടങ്ങി നടക്കുന്നവരില്ലേ, താരിഖു സ്വലാ, നിസ്കാരത്തെ ഉപേക്ഷ വെക്കുന്നവനാണ് അവനെന്ന് നബിയുനാ റസൂലുള്ളാഹി. എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും തീണ്ടാപ്പാറ അകലെയാണ്. എല്ലാ അനുഗ്രഹങ്ങളെ തൊട്ടും അവൻ അകത്ത് നിർത്തുന്നതാണ്. അവൻ പരാജയത്തിന്റെ പടുകുഴിയിലാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അങ്ങനത്തെ കൗമിനെ ഞങ്ങളിലേക്ക് ചേർക്കരുതെന്നാണ് നബി ദുആ ചെയ്യുന്നത്. നിസ്കാരം ഇല്ലാത്ത കൗമ്. ഇപ്പൊ പറഞ്ഞേതാ? നിസ്കരിക്കുന്നവന്റെ കാര്യം പറഞ്ഞു, നിസ്കാരത്തിന് ശേഷമുള്ളതാ. കരിക്കാത്ത കൗമ തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കരിക്കാൻ പള്ളി കയറലേ ഇല്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അവർക്ക് ഈ വാഴ തന്നെ ഉപകാരപ്പെടൂല കേട്ടോ. വേഗം എഴുന്നേറ്റ് പോലെ നല്ലത്. നിസ്കരിക്കാത്തവന് പിന്നെ ഒരു കാര്യമില്ല. ഒരു സലാത്ത് മജ്ലിസിൽ ഇരുന്നിട്ടും കാര്യമില്ല, ഒന്നുമില്ല. നിസ്കാരം മസ്റ്റ്. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. നിസ്കാരം കഴിഞ്ഞിട്ടേ ബാക്കിയെല്ലാം ഉള്ളൂ. അതില്ല, ബാക്കിയെല്ലാം ഉണ്ട്. കുറേ കാര്യങ്ങളുണ്ട്, നിസ്കാരം മാത്രമില്ല. പിന്നെ കാര്യമില്ല. നിസ്കാരമാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. നമ്മളിപ്പോൾ കള്ളു കുടിക്കുന്നവർ, വ്യഭിചരിക്കുന്നവർ, അല്ലെങ്കിൽ എന്തെങ്കിലും അശ്ലീലത ചെയ്യുന്നവർ നിസ്കാരം കറക്റ്റാക്കിയാൽ അതൊക്കെ അല്ലാഹു തആല ഓട്ടോമാറ്റിക്കായിട്ട് ഇല്ലാതാക്കും. അങ്ങനെയാണ്. കറക്റ്റ് 5 വഖത്ത് നിസ്കരിക്കണം. അതിന് മുമ്പ് ശേഷമുള്ള റവാത്തിബുകളൊക്കെ കറക്റ്റ് ആക്കണം. ഫർദ് നിസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്ത് ഒക്കെ നിസ്കരിക്കാനുള്ളതാണ്. നിസ്കരിക്കാതിരിക്കാനുള്ളതല്ല, അതൊക്കെ നിസ്കരിക്കാനുള്ളതാണ്. ഫർദ് നമസ്കാരങ്ങൾ മുമ്പ് ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ എത്ര പേര് നിസ്കരിക്കുന്നവരുണ്ട്? ഏറ്റവും ശക്തിമത്തായ സുന്നത്ത് 10 സുന്നത്തുകളാണ്. അതിൽപ്പെട്ടാണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നവർ എത്ര പേരുണ്ട്? കൈ ഉയർത്തണ്ട. എത്ര പേരുണ്ട്? മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ മതി. സുബഹി നിസ്കരില്ല പിന്നല്ലേ സുബഹിയുടെ സുന്നത്ത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾക്കാണ് എന്ത് പറയാ? റവാത്തിബ് സുന്നത്ത് എന്ന് പറയാ. അതിലേറ്റവും ശക്തിമത്തായ സുന്നത്താണ് ഫർദുകൾ കഴിഞ്ഞാൽ റവാത്തിബ് സുന്നത്തിൽ ഏറ്റവും ശക്തിമത്തായ സുന്നത്താണ് സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. അതും വിട്ടുപോകാൻ പാടില്ല. ആ നിസ്കാരം ഫാത്തിഹ, അതോടൊപ്പം തന്നെ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹ് ലക സദ്റക, അതിനോടൊപ്പം തന്നെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. 2-ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഫീൽ. അതിനോടൊപ്പം തന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്. ഇങ്ങനെ നിസ്കരിക്കണം. ഇങ്ങനെയാണ്. ഒന്നുകൂടെ പറയാം. 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ, അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക, ആ സൂറത്ത് പൂർത്തിയാക്കി ഓതുക. അതിനോടൊപ്പം തന്നെ
ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഈ സൂറത്തോടെ ഓതുക. രണ്ടാമത്തെ റക്അത്തിൽ എന്തോ പറഞ്ഞ സൂറത്തുൽ ഫീൽ, അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, അതിനോടൊപ്പം ഏതുകൂടി ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിച്ചു. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ സ്വല്ലാ സുന്നത്തൈ സുബ്ഹി ബി അലം അലം, അലം അലം എന്ന് തുടങ്ങുന്നതാകുന്ന സൂക്തങ്ങൾ കൊണ്ട് സുബ്ഹിയുടെ സുന്നത്ത് നിസ്കരിച്ചാൽ, അലം നശ്റഹ് ലക സദറക് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനോടൊപ്പം രണ്ടാമത്തെ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് മോദി നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമുൻ, അന്നത്തെ ദിവസം ഒരു വിഷമമോ ദുഃഖമോ പ്രയാസമോ ഒരു വേദനാജനകമാകുന്ന കാര്യമോ അവനുണ്ടാവുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ മുജറബാൻ, പരീക്ഷിച്ചറിഞ്ഞ കാര്യങ്ങൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്താ വേണ്ടത്? സുബഹിയുടെ സുന്നത്ത് ബാങ്ക് വിളിച്ചാൽ ഉടനെ 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കരിക്കാം. അതിലെന്ത് വേണം? ഫാത്തിഹ സൂറത്ത്, അതിനോടൊപ്പം ഏത് സൂറത്ത് ഓതണം? അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഒന്നാമത്തെ റക്അത്ത്. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീലും ഖുൽ ഹുവല്ലാഹു അഹദ്. അങ്ങനെ ഓതി നിസ്കരിച്ച അന്നത്തെ ദിവസം ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു വിഷമമോ പ്രയാസമോ ഉള്ള വാർത്തയൊന്നും കേൾക്കേണ്ടി വരില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? ഉറക്കെ പറയും, ശബ്ദമില്ലല്ലേ? ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ 2-3 കാര്യങ്ങൾ പഠിപ്പിച്ചു. ദിക്റുകൾ പറഞ്ഞു, ഒരു നിസ്കാരത്തിന്റെ കാര്യവും പറഞ്ഞു. ഇനി ഇതാ തിരിച്ചു വരിക, ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ ഫർദ് നിസ്കാരങ്ങൾ വേണം, അതിനു മുമ്പുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, മുമ്പ് ശേഷമുള്ള സുന്നത്ത് വേണം. ആ സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുബഹിയുടെ സുന്നത്താണ് ഇപ്പോൾ പറഞ്ഞത്, അത് നിസ്കരിക്കണം. അതോടൊപ്പം അതിൽ ഓതേണ്ട സൂറത്തുകളിൽ പറഞ്ഞു. അങ്ങനെ ഓതി നിസ്കരിച്ചാൽ അവന് കിട്ടുന്ന നേട്ടവും പറഞ്ഞു. ഒരു പ്രയാസമോ ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ശ്രദ്ധിച്ചോ, ഇവിടെ ശ്രദ്ധിച്ചോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായി, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു, കള്ളു കുടിച്ചതാകുന്ന ഒരു സഹോദരൻ അല്ലേ. ഈ ഒരവസ്ഥ നമ്മുടെ സമൂഹം പലരും എന്താണ് അവർക്ക് കിട്ടുന്നത്, എന്തായിരിക്കും നാളെ, അത്തരത്തിലുള്ള സംഭവങ്ങൾ. ഇതേ സംഭവം, ഇതുപോലെയുള്ള വിഷയങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതിനെ ആസ്പദമായി മറ്റൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. എത്രയോ ഇമാമിങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരിക്കൽ ഇശാ നമസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൻ നബവിയിൽ നിന്ന് ജന്നത്തുൽ ബഖീഇലേക്ക്, ബഖീഉൽ ഖർഖദ് തൊട്ടടുത്തുള്ള വിശാലമായ ഖബർസ്ഥാനാണല്ലോ, 10,000-ൽ പരം സ്വഹാബത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് അന്ത്യവിശ്രമം ചെയ്യുന്ന പവിത്രമായ മണ്ണാണത്. അള്ളാഹുടെ എത്താനും സിയാറത്ത് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ഞാൻ മിനിഞ്ഞാന്ന് ഉംറ കഴിഞ്ഞിട്ടാണ് വന്നത്. അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീഖ് നൽകട്ടെ. ഹജ്ജിന് ഉംറയ്ക്കൊക്കെ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കാരം കഴിഞ്ഞ് ജന്നത്തുൽ ബഖീഇന്റെ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോ ഒരു വിളിയാളം കേൾക്കുകയാണ്, ഒരു അശരീരി കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. الأمان الأمان من عذاب الله يا رسول الله. الأمان الأمان من عذاب الله يا رسول الله. അല്ലാഹുവിന്റെ റസൂലേ, നിർഭയത്വം വേണം ഹബീബേ. ഖബറിൽ കിടന്നുകൊണ്ടൊരു ചെറുപ്പക്കാരന്റെ വിളിയാളമാണ്. അള്ളാഹുവിന്റെ അതികഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന്, അതികഠിന കഠോരമാകുന്ന ഖബറിന്റെ ഏകാന്തതയുടെ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു രക്ഷയുടെ മോചനം വേണം റസൂലേ. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്.
അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹതി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി. എന്റെ തലയ്ക്ക് മീതെ ഖബറിൽ തീയിട്ടിരിക്കുകയാണ്. എൻ്റെ കാൽച്ചുവട്ടിൽ തീയാണ്, എൻ്റെ വലത് ഭാഗത്ത് തീയാണ്, എൻ്റെ ഇടത് ഭാഗത്ത് തീയാണ്. എന്നെ ഖബറിലിട്ടുകൊണ്ട് പുഴുങ്ങുകയാണ്, തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. ഈ ഖബറിൻ്റെ ഏകാന്ത ജീവിതത്തിൽ നിന്ന് വല്ലാത്ത കൂരാക്കൂരിട്ടിൽ എനിക്ക് വല്ലാത്ത ചൂടനുഭവപ്പെടുകയാണ്. ചൂട് കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. എൻ്റെ തലയ്ക്ക് മീതെയും കാൽച്ചുവട്ടിലും വലത്തും ഇടത്തും നരകത്തിൻ്റെ തീയിട്ടുകൊണ്ട് ഖബറിൽ തന്നെ എന്നെ വല്ലാതെ ശിക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് എനിക്കൊരു രക്ഷാമോചനം വേണം റസൂലേ, എന്നെ രക്ഷപ്പെടുത്തണം ഹബീബേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇശാ നമസ്കരിച്ചിട്ട് കണ്ട രംഗമാണ്. നബി തങ്ങൾ രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ഖബറാളിക്ക് വേണ്ടി പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യാൻ തുനിയുമ്പോൾ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുന്നു, നബിയേ അരുത് റസൂലേ, തങ്ങൾ ദുആ ചെയ്യരുത് ഹബീബേ, തങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു തട്ടൂല ഹബീബേ. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഈ മനുഷ്യന് ഈ ഗതി വന്നിട്ടുള്ളത്. ഇവനെതിരായിട്ട് ദുആ ചെയ്തിട്ടുള്ളത് സ്വന്തം മാതാവാണ്, ഉമ്മയാണ് ഹബീബേ. ഉമ്മയുടെ ദുആഇന്റെ ഫലമായിട്ടാണ് ഖബറിൽ നരകത്തിന്റെ ശിക്ഷ ഇവൻ അനുഭവിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അബൂദറുൽ ഗിഫാരി തങ്ങളെ വിളിക്കുകയാണ്, കൂടെയുള്ള സഹാബത്തിനെ വിളിക്കുകയാണ്. നാദിയ അബൂദർ, അബൂദറേ നീ വിളിച്ചു പറയണേ, വിളിച്ചു പറയണേ, ജനങ്ങളെ വിളിച്ചു പറയണേ. എല്ലാവരും ഈ പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീന്റെ സവിധത്തിലേക്ക് ഓരോരുത്തരും കടന്നു വരണേ. അവരവരുടെ കുടുംബത്തിൽപ്പെട്ട മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറാളുകളെ സമീപത്തേക്ക് ജനങ്ങൾ വന്ന് നിൽക്കണേ, നിൽക്കണേ. വല്ലഖാരിബിൽ മൗതാ അല്ലദീന യുദ്ഫനൂന ഫീ ഹാദൽ മഖാബിരി. നീ ജനങ്ങളെ മുഴുവനും വിളിക്കണേ. രാത്രി സമയമാണ്, ഇശാ കഴിഞ്ഞ നേരമാണ്. ജനങ്ങൾ ഉറക്കിലേക്ക് വഴുതി മാറുന്നതിന് മുമ്പ് എല്ലാവരെയും റസൂലെന്ന് വിളിക്കുന്നു എന്ന് പറയണേ. ഈ ജന്നത്തുൽ ബഖീൽ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരെ മറവാടിയിട്ടുള്ളതാകുന്ന ഖബറാളുകളുടെ സമീപത്തേക്ക് അവർ വന്ന് നിൽക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ അബൂദറുൽ ഗിഫാരി തങ്ങളുടെ സഹാബത്തും മദീനയിലെ തെരുവിലൂടെ ഓടുകയാണ്. ഓടിച്ചെന്ന് വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ വിളിക്കുന്നുണ്ട്. നിങ്ങളെ മരണപ്പെട്ടു പോയിട്ടുള്ളതാകുന്ന മാതാപിതാക്കളുടെ മക്കളുടെ കുടുംബങ്ങളുടെ മരുമക്കളുടെ കൊച്ചുമക്കളുടെ ചെറുമക്കളുടേതാകുന്ന ഖബറിന്റെ അടുക്കലേക്ക് നിങ്ങൾ പോയി നിൽക്കണേ, നിൽക്കണേ. നിമിഷ നേരം കൊണ്ട് മദീന പള്ളിയുടെ പരിസരം മുഴുവനും നിറയുകയാണ്. ജന്നത്തുൽ ബഖീലേക്ക് ആളുകൾ വരുകയാണ്. എല്ലാവരും അവരുടെ ബന്ധുക്കളുടെ ഖബർസ്ഥാനിൽ വന്ന് നിൽക്കുകയാണ്. റസൂലുള്ളാഹി ഈ ഒരു അവസരത്തിൽ നോക്കുന്നു, തന്റെ ഖബറിന്റെ സമീപത്തേക്ക് താൻ നിൽക്കുന്ന ചെറുപ്പക്കാരന്റെ ഖബറിലേക്ക് ആരാണ് കടന്നു വരുന്നത്? ഏത് ഉമ്മയാണ്? ഉമ്മയാണ്. അതാ ദൂരെ നിന്നൊരു വടി കുത്തിപ്പിടിച്ചുകൊണ്ടൊരു അജൂസത്തായ പടുകിഴവിയായ ഒരു പ്രായം ചെന്ന ഉമ്മ, നടുവ് കൂഞ്ഞിയതാകുന്ന ഉമ്മ നടന്നു വരുന്നു. ആ ഉമ്മ വന്ന് നിൽക്കുന്നു. ഖബറിന്റെ സമീപത്ത് എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, മൻഹാദാ യാ ഉമ്മ, ആരാണ് ഈ ഖബറിൽ കിടക്കുന്നത്? ഈ ഖബറിനകത്തളങ്ങൾ നിങ്ങൾ ആരാണ് പ്രിയപ്പെട്ട ഉമ്മ? ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ് ഹാദാ ഇബ്നി വഖുറത്തു ഐനി യാ ഹബീബല്ലാഹ്. ഇതെന്റെ പൊന്നമോനാണ്, ഇതെന്റെ കരളിന്റെ കഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉമ്മ ഇവൻ വല്ലാതെ ഖബറിൽ അദാബ് അനുഭവിക്കുകയാണല്ലോ. ഖബറിൽ ഇവന്റെ ഖബറിൽ തീയാണ്, ഖബറിൽ വല്ലാത്ത ശിക്ഷയാണ്. എന്തേ കാരണം? നിങ്ങൾ അവർക്ക് എതിരിൽ ദുആ ചെയ്യാനുള്ള സാഹചര്യം എന്താണ്? എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്തതിന്റെ ഫലമായിട്ടാണ് അല്ലാഹു ഈ ശിക്ഷ കൊടുത്തത്. കാരണം എന്താണ് ഉമ്മ? ആ ഉമ്മ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ മകന് കള്ളു കുടിക്കുന്ന മകനാണ്, ലഹരി നുണയുന്ന പൊന്നുമോനാണ്. ഒരു ദിവസം പോലും കള്ളു കുടിക്കാത്ത ദിവസമില്ല.
ഒരു ദിവസം അവൻ കള്ളു കുടിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നു. എത്ര ഉപദേശിച്ചിട്ടും നന്നാവാത്ത മകനാണ്. ദഖല അലയ്യ യൗമാ വഹുവ സകറാൻ. കള്ളു കുടിച്ചുകൊണ്ട് മതോന്മത്തനായി ലക്കും ലഗാനുമില്ലാതെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നെ അവൻ അടിച്ചു. ഫളറബനി ലർബൻ ശദീദാ. കരഞ്ഞുകൊണ്ട് ഉമ്മ പറയുകയാണ്, റസൂലേ, പ്രായാധിക്യം ചെന്നതാകുന്ന എന്നവൻ അടിച്ചു റസൂലേ. അടിച്ചു എന്ന് മാത്രമല്ല, ഫകസ്സറ യദി യാ റസൂലല്ലാഹ്. എൻ്റെ ഇടത് കൈവൻ തിരിച്ച് പിടിച്ച് ഒടിച്ചു കളഞ്ഞു റസൂലേ. പ്രായം ചെന്നതാകുന്ന വ്യക്തിയല്ലേ, വേദന കൊണ്ട് എൻ്റെ എല്ല് പൊട്ടിയപ്പോ ഞാൻ അവിടെ വെച്ചുകൊണ്ട് എൻ്റെ ഒരൊറ്റ കൈ ഉയർത്തിയിട്ട് ദുആ ചെയ്തു. ലാലാ റളിയല്ലാഹു അൻകാ ഫദഉതു അലൈഹി. എന്നെ മകനെ എതിരായി കൊണ്ട് ഞാൻ ദുആ ചെയ്തു. ലാലാ റളിയല്ലാഹു അൻകാ, ലാലാ റളിയല്ലാഹു അൻകാ, അല്ലാഹു നിന്നെ തൊട്ട് പൊരുത്തപ്പെടാതിരിക്കട്ടെ എന്ന് എന്നെ മകന് എതിരായി ഞാൻ ദുആ ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫബകാ ബുകാഅൻ ശദീദാ. ആ ഉമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ഖബറിന്റെ സമീപത്തിരുന്ന് കരയുകയാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിന്റെ സമീപത്തിരുന്നു കൊണ്ട് പൊട്ടിക്കരയുകയാണ്. നബി തങ്ങൾ കരയുന്നു, ഉമ്മ അതിലേറെ കരച്ചിലാണ്. നബി തങ്ങൾ പറഞ്ഞു, യാ ഉമ്മ ഇർഹമീ തുർഹമീ. നിങ്ങളുടെ മകൻ വല്ലാതെ വ്യസനിക്കുകയാണ് ഖബറിൽ. നിങ്ങളുടെ ആ ഒരൊറ്റൊരു ദുആയുടെ കാരണമായിട്ട് ആ ഖബറിലുള്ള ശരീര നിസാരമല്ല. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ അതികഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന് എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലവൻ കരയുകയാണ്. ലഈ ഉദനൈകി ഇലാ ഖബരി ഇബ്നുകി യാ ഉമ്മ. നിങ്ങളുടെ രണ്ട് ചെവികളും ഒന്ന് ആ കാതിലേക്കൊന്ന് ചേർത്ത് വെക്കണേ, ഖബറിലേക്കൊന്ന് ചേർത്ത് വെക്കണേ. ആ ഖബറിൽ അശരീരി നിങ്ങൾക്ക് കേൾക്കാമെന്ന് ആ ഉമ്മയോട് പറയുമ്പോ വടിനിലത്തൊട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഖബറിന്റെ സമീപത്തേക്ക് കടക്കുകയാണ്. കാത് ചെവി കൂർപ്പിച്ച് വെക്കുമ്പോ അല്ലാഹു ആ ഉമ്മാക്ക് കേൾപ്പിച്ചു കൊടുക്കുകയാണ്. മകൻ ഖബറിൽ കിടന്നുകൊണ്ട് പറയുകയാണ്, അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹി യാ റസൂലല്ലാഹ്. അല്ലാഹുവിൻ്റെ അതികഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന് എനിക്കൊരു നിർഭയത്വം നൽകണം റസൂലേ, എനിക്കൊരു നിർഭയത്വം നൽകണേ റസൂലേ. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുള്ള, അവരെ ശകാരിച്ചിട്ടുള്ള, അവരുടെ കൈക്ക് പിടിച്ച് ഒടിച്ചിട്ടുള്ള, അവരെ ചീത്ത വിളിച്ചിട്ടുള്ള, അവരെ വെട്ടി കൊലപ്പെടുത്തിയിട്ടുള്ള പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമീങ്ങളെ, ചെറുപ്പക്കാരാ, ഖബറിൽ നിനക്ക് കിട്ടുന്നതാകുന്ന ശിക്ഷ ചെറുതല്ല. വിളിച്ചു പറയുകയാണ്, അന്നാറു മിൻ ഫൗഖി വന്നാറു മിൻ തഹ്തി വന്നാറു അൻ യമീനി വന്നാറു അൻ ശിമാലി. എൻ്റെ നിലയ്ക്ക് മീതെ നരകമാണ്, എൻ്റെ കാൽച്ചുവട്ടിൽ തീയാണ്, എൻ്റെ വലത് ഭാഗത്ത് തീയാണ്, എൻ്റെ ഇടത് ഭാഗത്ത് തീയാണ്. നാളെ മഹ്ശറയിൽ ചെന്നിട്ടുള്ള നരകത്തെ കുറിച്ചല്ല വിനീതം പറയുന്നത്, ഖബറിൽ തന്നെ കൊണ്ടുവന്ന് അല്ലാഹു കൊടുക്കുന്ന അതികഠിനമാകുന്ന ശിക്ഷയാണ്, അതികഠിനമാകുന്ന തീ കൊണ്ടുള്ളതാകുന്ന പ്രഹരമാണ്. സഹിക്കാൻ കഴിയുമോ മുസ്ലിമേ? ദുനിയാവിൽ കൈയുടെ വിരലിന്റെ തുഞ്ചമൊന്ന് മുറിഞ്ഞ് ഒരു വേദന വന്നാൽ പോലും സഹിക്കാത്ത മക്കളല്ലേ, ഒരല്പമൊന്ന് തീയൊന്ന് പടർന്നാൽ വേദനിക്കുന്നതാകുന്ന സഹോദരിയല്ലേ, ഖബറിൽ പോയി കിടക്കേണ്ടവരല്ലേ. മാതാപിതാക്കളെ വേദനിപ്പിച്ചിട്ടുള്ള മുസ്ലിമേ, തൗബ ചെയ്യൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ഉമ്മ ഇതങ്ങോട് കേട്ടപ്പോൾ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. എന്നിട്ട് പറയുകയാണ്,
പറയുകയാണ് റളീതു അൻഹു യാ ഹബീബല്ലാഹ്, എന്റെ മകനെ കൊണ്ട് ഞാൻ പരിപൂർണമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. വഖദ് അഫൗതു അൻഹു, അവന് ഞാൻ മാപ്പ് ചെയ്തു കൊടുത്തിരിക്കുന്നു റസൂലേ. ഇതങ്ങോട്ട് ഉമ്മയങ്ങോട്ട് പറഞ്ഞു തീരേണ്ട താമസം ഒരു സെക്കൻഡിനുള്ളിൽ ഖബറിൽ ഒരു അശരീരി വരുകയാണ്. അബ്ശിരി യാ ഉമ്മ വഖദ് ഗഫറല്ലാഹു ലീ വഖദ് ഗഫറല്ലാഹു ലീ. ഉമ്മ, നിങ്ങൾ പൊരുത്തപ്പെട്ടതിൻ്റെ കാരണത്താൽ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന്, അതിൻ്റെ ഞെരുക്കത്തിൽ നിന്ന്, അതിൻ്റെ അദാബുകളിൽ നിന്ന്, അതിൻ്റെ തീ കൊണ്ടുള്ള പ്രഹരത്തിൽ നിന്ന് അള്ളാഹു എനിക്ക് പരിപൂർണമായ സംരക്ഷണം നൽകി, എനിക്ക് മാപ്പ് ചെയ്തെന്നു ഉമ്മ. ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകനാ ഖബറിൽ അനുഭവം കൃത്യമായി അറിഞ്ഞതിൻ്റെ പശ്ചാത്തലം കൊണ്ടാണ് ആ സഹോദരന് രക്ഷ കിട്ടിയത് എങ്കിൽ ഇന്ന് നമുക്കത് കേൾക്കാനുള്ള കാത് നമുക്കില്ല, ഉലമാക്കൾക്കില്ല, ഉമറാക്കൾക്കില്ല. എത്രയോ ആളുകളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചവരാണ്. വാപ്പയെ ചവിട്ടിയവരല്ലേ, ഉമ്മയെ ചീത്ത വിളിച്ചവരല്ലേ, അവരെ ശകാരിച്ചവരല്ലേ, അവരുടെ കൈ പിടിച്ച് തിരിച്ചു ഓടിച്ചവരല്ലേ, അവരെ വെട്ടി പരിക്കേൽപ്പിച്ചവരല്ലേ, അവരെ ഇഹലോകവാസം വെടിച്ചവരല്ലേ. നാളെ ഖബറിൽ നിനക്ക് കിട്ടുന്ന ശിക്ഷ നിസാരമല്ല. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹ്. അള്ളാഹുവിൻ്റെ കഠിനമാകുന്ന ശിക്ഷയിൽ നിന്ന് എനിക്ക് നിർഭയത്വം കിട്ടണേ എന്ന് ഓരോ ഖബറാളികളും ഖബറിൽ കിടന്നുകൊണ്ട് മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ വിളിച്ചു പറയുകയാണ്. കേൾക്കാനുള്ള കാത് നമുക്കില്ല, മനസ്സിലാക്കാനുള്ള ഹൃദയം നമുക്കില്ല. പ്രിയപ്പെട്ട പറവാട് കടപ്പുറത്തുള്ള മുസ്ലിം ചെറുപ്പക്കാരോട്, സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി കുമ്മനമസാദിനെ ഉറപ്പെടുത്താനുള്ളത്, മാതാപിതാക്കളെ വേദനിപ്പിച്ചവൻ ദുനിയാവിലും ആഖിറവും നഷ്ടമാണ്.